സർക്കാസ്റ്റിക്കായി കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ആളാണ് താനെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം വിശ്വസിക്കുന്നത്. എന്നാൽ പറയുന്നത് സർക്കാസമാണോ അതോ അധിക്ഷേപമാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം അദ്ദേഹത്തിനില്ലേ? ആളുകൾ ചോദിക്കുന്നത് അതാണിപ്പോൾ. എന്നാൽ ജനങ്ങളുടെ ഈ തോന്നലിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെ പല അധിക്ഷേപങ്ങളും തമാശയാണെന്നുള്ള മട്ടിൽ ട്രംപ് അവതരിപ്പിക്കാറുണ്ട്. അത്തരത്തിലൊന്നാണ് ലോകത്തിൻ്റെ അഭിമാനമായ സുനിത വില്യംസിനെ കുറിച്ച് ട്രംപ് നടത്തിയത്. 9 മാസത്തെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ സുനിതയെ വൈൽഡ് ഹെയർ ഉള്ള സ്ത്രീ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ സുനിതയെ പ്രശംസിക്കുകയും ചെയ്തു. ട്രംപിന്റെ പരാമർശം ഒരു അധിക്ഷേപമാണെന്ന് പലരും പറഞ്ഞപ്പോഴും ബഹിരാകാശത്ത് സുനിതയുടെ മുടി മുകളിലേക്ക് ഉയർന്നു നിന്നതിനെ പറ്റി ട്രംപ് സാധാരണ പോലെ പറഞ്ഞതാണെന്നാണ് പലരും പറയുന്നത്. ട്രംപ് സുനിതയുടെ മുടിയെ പുകഴ്ത്തിയെന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങൾ പോലുമുണ്ട്. എന്നാൽ ട്രംപ് തന്നെ നടത്തിയ മറ്റൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ സുനിതയെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് അത്ര തമാശയല്ലെന്ന് തെളിയിക്കുന്നതാണ്. 9 മാസം ബഹിരാകാശത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും പരസ്പരം സ്നേഹിക്കുന്നുണ്ടാകാമെന്നും അവർ പരസ്പരം പ്രണയിക്കുന്നുണ്ടാകാമെന്നുമാണ് ട്രംപിൻ്റെ പരാമർശം. ഇതിനോട് സുനിതയുടെ മുടിയെപ്പറ്റി ട്രംപ് നടത്തിയ പരാമർശം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ തമാശയോ സതുദ്ദേശപരമോ അല്ല എന്ന് മനസ്സിലാക്കാം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ നിരന്തരം വിമർശിക്കുന്ന ട്രംപ് അതിനുള്ള ഒരു അവസരമാക്കി തന്നെയാണ് സുനിതയുടെയും വിൽമോറിൻ്റെയും ബഹിരാകാശത്തു നിന്നുള്ള മടക്കയാത്ര വൈകിയതിനെയും ഉപയോഗിച്ചത്. അവർ ബഹിരാകാശത്ത് കുടുങ്ങിയതിൻ്റെ പേരിൽ നിരന്തരം ട്രംപ് ബൈഡനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ബൈഡനെ ട്രംപ് വിമർശിക്കുന്നതിനെ അനുകൂലിക്കുന്ന നിലപാടല്ല സുനിതയും വിൽമോറും സ്വീകരിക്കുന്നത്. തങ്ങളുടെ മടക്കയാത്രയ്ക്ക് കാലതാമസം നേരിട്ടതിൽ അവർ ഒരിക്കലും ബൈഡനെ കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇത് തന്നെയാണ് സുനിതയ്ക്കും വിൽമോറിനുമെതിരെ പരാമർശങ്ങൾ നടത്താൻ ട്രംപിനെ ചൊടിപ്പിച്ചതെന്ന് കരുതാം. പക്ഷേ ട്രംപിൻ്റെ ഇത്തരം പരാമർശങ്ങൾ ട്രംപിനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. കള്ളൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാവരും കള്ളന്മാരായി തോന്നുമെന്നാണ് ട്രംപിൻ്റെ ചിന്താഗതി വിമർശിക്കപ്പെടുന്നത്. കാരണം ഒന്നിലധികം ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് ട്രംപ്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് സുനിതയ്ക്കും വിൽമോറിനുമെതിരെ ട്രംപ് നടത്തിയ പരാമർശങ്ങളെ ജനങ്ങൾ വിമർശിക്കുന്നത്. എന്നാൽ ട്രംപിൻ്റെ പരാമർശങ്ങളോട് അധികം പ്രതികരിക്കാൻ സുനിതയും വിൽമോറും തയ്യാറായിട്ടില്ല. രാഷ്ട്രത്തിനോടെന്ന പോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ അധികാരി എന്ന നിലയിൽ ട്രംപിനോടും ബഹുമാനവും ആദരവും ഉണ്ടെന്നാണ് സുനിതയും വിൽമോറും പ്രതികരിച്ചത്. ട്രംപ് ബഹിരാകാശ യാത്രികരെ മനഃപൂർവ്വം അപമാനിക്കാനും അവഹേളിക്കാനും ഉദ്ദേശിച്ച് നടത്തിയ പരാമർശമാണോ എന്ന ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. കേവലം 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സുനിതയും വിൽമോറും 9 മാസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. പേടകത്തിലെ ഹീലിയം ചോർച്ചയും യന്ത്ര തകരാറ് മൂലമാണ് അവരുടെ മടക്കയാത്ര വൈകിയത്. പലതവണ അവരെ തിരികെ കൊണ്ടുവരാനായി നാസ ശ്രമം നടത്തിയിരുന്നെങ്കിലും അതിന് സാധിച്ചില്ല. ഒടുവിൽ നാസയുടെ ക്രൂ 10 ദൗത്യത്തിലൂടെ മാർച്ച് 19 പുലർച്ചെ സുനിതയും വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തി.